നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ 2 cones with the same base diameter 14 centimeter and height 24 centimeter are joined together along their bases. Find the surface area of the shape so formed. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 കോണുണ്ട്. ആ 2 കോണിൻ്റെയും ഡയമീറ്റർ സെയിം ആണ്, ഹൈറ്റും സെയിം ആണ് കേട്ടോ. 2 കോണിൻ്റെയും ഡയമീറ്ററും സെയിം ആണ്, ആ 2 കോണിൻ്റെയും ഹൈറ്റും സെയിം ആണ്. അവരുടെ ബേസുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുകയാണ്. ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊരു കോണ്. അപ്പോൾ ഈ കോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടം മുതൽ അങ്ങറ്റം വരെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് കോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഡയമീറ്ററാണ് ഇവിടെ 14 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ, പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് അല്ല, പെർപെൻഡിക്കുലർ ഹൈറ്റാണ് അവർ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതേപോലത്തെ 2 കോണുകളാണ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്, ഒരേപോലെ ഇരിക്കുന്ന 2 കോണുകൾ. അപ്പോൾ ഇത് മറ്റൊരു കോണാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്ന ഈ ഒബ്ജക്റ്റിൻ്റെയാണ് ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ കോണിൻ്റെ അവർ തന്നിരിക്കുന്ന ഡയമീറ്റർ, കോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, കോണിൻ്റെ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് പിന്നെ എത്രയായിരിക്കും? 14ൻ്റെ ഹാഫ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ കോണിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് നോക്കുന്നത് 24 സെൻറ്റിമീറ്റർ. 2 കോണിൻ്റെയും കേട്ടോ. 2 കോണും ഒരേ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള കോൺസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓർമ്മ എഴുതിയാൽ മതിയല്ലോ. ഡയമീറ്റർ 14 സെൻറ്റിമീറ്റർ, റേഡിയസ് 7 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 24 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആ റേഡിയസ് ഒന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്യണേ. ഇതാണ് ആ റേഡിയസ്. റേഡിയസ് ഈക്വൽ ടു എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. പിന്നെ ഹൈറ്റ്, ഇതാണ് നമ്മുടെ ഹൈറ്റ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ്. ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 2 കോണിന്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മറ്റേ കോണിൻ്റെയും ഹൈറ്റ് എന്ത് തന്നെയാണ്? ഇത് തന്നെ വരത്തുള്ളൂ. ദാറ്റ് ഈസ് 24 സെൻറ്റിമീറ്റർ. എനിവേ നമുക്ക് ഈ പറയുന്ന എന്താണ് സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് കണ്ടുപിടിക്കുന്നത്, കോണിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണെങ്കിൽ ഉറപ്പായിട്ടും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും റേഡിയസും പെർപെൻഡിക്കുലർ ഹൈറ്റും ഉണ്ടല്ലോ. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റിൻ്റെ ഫോർമുലയിൽ കൊടുത്ത സ്ലാൻഡ് ഹൈറ്റ് കിട്ടത്തില്ലേ? എൽ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ദാറ്റ് ഈസ് വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49 പ്ലസ് 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576. ദാറ്റ് ഈസ് വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 625 എന്ന് വരും. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് കുറച്ച് വെള്ളത്തിലോട്ട് മുക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ആ 2 കോണിൻ്റെയും ചുറ്റിനും മാത്രമല്ലേ നനയത്തുള്ളൂ. അതിന് ബേസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുവാണല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളത്തിലോട്ട് മുക്കിയെടുക്കുകയാണെങ്കിൽ 2 കോണിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയസ് മാത്രമേ വെള്ളം നനയത്തുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും ഏരിയ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 2 കോൺസ്. ഓക്കെ, ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ πr_L ആണ്. അപ്പോൾ 2 കോണിൻ്റെ ആകുമ്പോൾ 2 × πr_L എന്ന് വരും അല്ലേ. അപ്പോൾ 2 × പൈയുടെ വാല്യൂ 22/7, റേഡിയസ് 7, സ്ലാൻഡ് ഹൈറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 25. 7ഉം 7ഉം നമ്മൾ കട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് താണ്ട് ഇവിടെ 2 × 25 നമുക്ക് 15 എഴുതാം. 2 × തന്നെ ഈ കിടക്കുന്ന 2ഉം ഈ 25 കൂടെ ചേർത്ത് 15 എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു 22. 22 × 5 110 with 0, that is what? അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ 1100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ.